ഹായ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അതായത് ഞാൻ സെൽഫി വെച്ചിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ്. ആ സെൽഫി സ്റ്റിക്ക് വെച്ച്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ വിളയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് നട്ടിരിക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സമയം കിട്ടുമ്പം ലീവ് സമയത്ത് എനിക്ക് ഇതേപോലെ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ അതും ഇതൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. പിന്നെ വീട്ടിലുള്ളവരും ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് വന്നിട്ട് വെള്ളം അതായത് ചെടിക്ക് വെള്ളം ഒഴിക്കാനാണ് വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉള്ള കംപ്ലീറ്റ് ബാറ്റ്സ് കുരുവികളും ഇതിനകത്ത് നിന്നാണ് വെള്ളം കുടിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം. ഇത് വന്നിട്ട് പന, അതായത് നമ്മളെ ഇവിടെ കരിമ്പന എന്നൊക്കെ പുറത്ത് പറയും, ഇവിടെ പന എന്ന് പറയും. നൊങ്ക് നിൽക്കുന്ന കണ്ട, അതിൽ 6 കൊല നൊങ്ക് നിൽപ്പുണ്ട്. അത്രയ്ക്ക് വാല്യുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് മത്തങ്ങ, അതായത് ഇതും നമ്മൾ വിളയിൽ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് മത്തങ്ങ. അപ്പോൾ ഇത് വന്നിട്ട് അടുത്ത് കപ്പക്കൊല, അതും കപ്പക്കൊല കൊലച്ച് ഏകദേശം വിളയാൻ പരിവായി. അപ്പോൾ അതും നമ്മൾ നട്ടിരിക്കുകയാണ്. കപ്പക്കൊല കുറേ ഉണ്ട്. നമ്മളെ വിളയിൽ ഏകദേശം ഒരു 7 ഐറ്റം വാഴ നട്ടിട്ടുണ്ട്. അതായത് കപ്പ, വെള്ളക്കപ്പ, പിന്നെ ചെറുപഴം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഐറ്റം ഉണ്ട്. 7 ഐറ്റം ഉണ്ട്. പിന്നെ തേക്ക്, ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഞാവൽപ്പഴമാണിത്. അപ്പോൾ ഇതിൻ്റെ 2 മൂട് നട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് നല്ല ഡേയ്സ് എടുക്കും. ഏകദേശം 1 വർഷമായിട്ട് ഇത്രേ വളർന്നുള്ളൂ. പിന്നെ അത് പോയിട്ട് മരിച്ചിനി, കൂവയ്ക്ക എന്ന് പറയുന്നത് നിങ്ങളവിടെ എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് കൂവയാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തതിന് ശേഷം രണ്ടാമത് നട്ടതാണ്. ഇത് ഇപ്പോൾ 1 മാസമായേ ഉള്ളൂ. അപ്പോഴേ അടുത്ത് വാഴ, ഇത് വേറെ ഐറ്റമാണ്. ചെറിയ പഴം, പിന്നെ ഏത്തൻ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊല വന്ന് നിൽക്കുകയാണ് ഓരോന്നിലായിട്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് പപ്പാളി വന്നിട്ട് ഏകദേശം ഒരു 10-12 മൂട് വരെ നമുക്കുണ്ട്. ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളത് കറി വയ്ക്കാനും തോരൻ വയ്ക്കാനും എല്ലാത്തിനും ഇത് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ഇറച്ചിയില, ഇത് വന്നിട്ട് വേറൊരു പളിയാണ്. അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ. പിന്നെ ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് അറിയാൻ തോന്നുന്നു, രസത്തിലിടുന്ന രസയിലയാണ്. ഇത് വന്നിട്ട് ഒരു തൈ നട്ടാൽ മതി, അതിന്ന് പറഞ്ഞാൽ പൂ പൊട്ടി അങ്ങനെ തെറിച്ച് എല്ലായിടത്തും വന്നുകൊണ്ടേയിരിക്കും. ഇത് വന്നിട്ട് കാരക്കയാണ്, കാട്ടുകാരക്ക. അതെന്ന് പറഞ്ഞാൽ കാട്ടുകാരയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയാൻ പാടില്ല, മുള്ളൻകാര എന്നൊക്കെ പറയും ചിലവർ. അതെന്ന് പറഞ്ഞാൽ ഇതിലെന്തോ നമ്മൾ ഇതേപോലെ കടയിൽ നിന്ന് വാങ്ങി നട്ടതാണത്. പിന്നെ ഇത് വന്നിട്ട് മുന്തിരി, കാട്ടുമുന്തിരി എന്ന് പറയും, കാട്ടുമുന്തിരി. പിന്നെ അങ്ങനെ പലയിടത്ത് പല പേര് പറയും. പിന്നെ ഇത് വന്നിട്ട് പൈനാപ്പിൾ. ഇതിനകത്ത് മീൻ കിടപ്പുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന കിണറാണ്, വിളയിൽ ചെടിയൊക്കെ വേണ്ടി വെള്ളം അടിക്കാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പം, 2 കിലോ വെയിറ്റ് തൂങ്ങണ മീൻ ഇതിനകത്തുണ്ട്. പിന്നെ അത് പോയിട്ട് ഇത് വന്നിട്ട് തെങ്ങ് നമ്മൾ പുതിയത് വാങ്ങി നട്ടതാണ്. അപ്പം അങ്ങനെ ഒരു 5 തെങ്ങുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ്, ഇന്നും കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഗൈസ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് ലാസ്റ്റ് വന്നിട്ട് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടതാണ് കരിമ്പ്. അതായത് കരിമ്പ് വരെ നമ്മളവിടെ നട്ടിട്ടുണ്ട്, അതും വളർന്നിട്ടുണ്ട്.